നമുക്ക് അലീനയുടെ മനുഷ്യങ്കന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ വിശേഷത്തില് അലീന വൈജയന്തി നോക്കിയിട്ട് സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് പോവാണ്. ബാലേന്ദ്രൻ വിളിച്ചിട്ട് പോകുന്ന പോക്ക. പക്ഷെ വൈജയന്തിക്ക് അങ്ങോട്ട് സഹിച്ചില്ല. ഇപ്പോഴും കണ്ട ബാലേന്ദ്രൻ അവളെ മാത്രം മതി. താൻ ഇവിടെ ഉണ്ടായിട്ടും തന്നെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല. ബാലേന്ദ്രൻ അവളെ വിളിച്ചിരിക്കുന്നു. അങ്ങനെ അലീന അങ്ങോട്ട് കയറിപ്പോയപ്പോൾ വൈജയന്തിക്ക് സമതലേറ്റുന്ന പോലെ തോന്നി. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. അവളെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഓടിച്ചിട്ടില്ലെങ്കിൽ അത് തനിക്കുള്ള പണിയായിരിക്കും. അങ്ങനെ അലീനയ്ക്കാണെങ്കിൽ സ്റ്റെയർ കേസ് കയറാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം കൈയും കാലമൊക്കെ വിറയ്ക്കുക. ഇനിയും സാറിൻ്റെ മുന്നിലേക്ക് എങ്ങനെ പോയി നിൽക്കും? തൻ്റെ അമ്മയാന്നുള്ള കാര്യം സാറിന് അറിയാം. അതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ് അലീനയ്ക്ക്. അങ്ങനെ അലീന ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ ചോദിച്ചു, അലീന എത്ര വട്ടം നിന്നെ വിളിച്ചു, നീ എന്താ ഇങ്ങോട്ടേക്ക് വരാത്തെ? അത് പിന്നെ ഞാൻ സാറേ, എനിക്കറിയാം വൈജയന്തി തടഞ്ഞു കാണൂലേ നിന്റെ അമ്മ, അതുകൊണ്ടായിരിക്കില്ല നീ വരാത്തെ. അത് നീ കൂടുതലൊന്നും പറയണ്ട. നിന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് എല്ലാവരും പഠിച്ച പണി 18 നോക്കുന്നുണ്ട്. പക്ഷേ നീ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ അറിയാലോ, ഞാൻ ആ സെക്കൻഡിൽ തന്നെ ഇവിടുന്ന് ഇറങ്ങും. പിന്നെ ഞാൻ ഇവിടെ ഉണ്ടാകത്തില്ല. അത് പിന്നെ അങ്ങനെയൊന്നും പറയരുത്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. മനുവേട്ടൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഇവിടുന്ന് പോവാം, വേറെ എവിടെയെങ്കിലും ജോലി വാങ്ങിത്തരാമെന്ന്. മനുവേട്ടന് അതെ സാറും കൂടെ എന്നെ ഇവിടെ കൊണ്ടൊന്ന് ആക്കിയത്. പക്ഷെ മനുവേട്ടൻ പറഞ്ഞിട്ട് പോലും ഞാൻ ഇവിടുന്ന് പോകാൻ തയ്യാറായിട്ടില്ല. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നിങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് എന്നെ ഇങ്ങനെ കൊല്ലാക്കളി ചെയ്യരുത്. എനിക്കറിയാലോ ഞാൻ എത്രമാത്രം വേദന അനുഭവിക്കുന്നുണ്ടെന്ന്. എൻ്റെ വേദന എന്താന്ന് ഈ ഉള്ള കാര്യങ്ങളൊക്കെ സത്യാവസ്ഥ എല്ലാം തുറന്നു പറഞ്ഞ് അവളെ വെടിവെച്ച് കൊന്നാലോന്ന് പോലും ഞാൻ ആലോചിക്കുക. പക്ഷേ ചില സമയത്ത് അങ്ങനെയൊക്കെ ചിന്തിക്കും. പിന്നെ ഓരോന്നൊക്കെ ആലോചിച്ച് ചെയ്യുമ്പോൾ വേണ്ടാന്ന് കരുതും. അതുകൊണ്ട് മാത്രം എന്നെ ഇവിടെ പിടിച്ചെടുത്തുന്ന ഒരേ ഒരു കണ്ണ് നീയാണ്. നീ ഇവിടുന്ന് പോയിട്ടുണ്ടേ പിന്നെ ഞാനില്ല. എൻ്റെ ദേഷ്യവും വാശിയൊക്കെ എനിക്ക് അവളോട് തീർക്കണമെങ്കിൽ നീ ഇവിടെ ഉണ്ടായിട്ടോ കാര്യമുള്ളെന്ന് പറഞ്ഞു. അത് പിന്നെ സാറേ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. കുട്ടികളുടെ കാര്യത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കണം. കുട്ടികൾ അവൾക്ക് ആ ചിന്ത ഉണ്ടായിരുന്നോ? അവൾ എത്ര വർഷക്കാലം എന്നെ പറ്റിച്ചു. എന്നിട്ടോ അവൾ ഇപ്പോഴും അവളുടെ പത്തി താത്താൻ തയ്യാറാണോ? അല്ലല്ലോ. ഒരു തവണയെങ്കിലും എൻ്റെ അടുത്ത് വന്നിട്ട് എന്താ കാര്യമോ അല്ലെങ്കിൽ എന്താ പ്രശ്നമോ അതിനെക്കുറിച്ചൊന്ന് ചോദിക്കുകയൊക്കെ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവൾക്ക് ഇപ്പോഴും സംശയം. സ്വന്തം മോളെ വെച്ച് സംശയ. നീ ഉരുങ്ങുന്ന ഉരുക്കോ എനിക്ക് എന്താണെന്ന് അറിയാൻ സാധിക്കും ലീന. നീ ഇങ്ങോട്ടേക്ക് വന്നത് ഇങ്ങനെയൊന്നും പ്രതീക്ഷ അല്ലെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്കിപ്പം നിന്റെ വേദന മനസ്സിലാവുന്നുണ്ട്. നിന്നെ അങ്ങനെ തെരുവിലേക്ക് ഇറക്കി വിടാണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിന്റെ അമ്മയാണ് വൈജ. ഇത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, എനിക്കൊരു അവകാശം അധികാരമൊന്നും വേണ്ട സാർ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇവിടുന്ന് എങ്ങോട്ടേലും പൊയ്ക്കോളാം. അങ്ങനെ വെറുതെ പോകേണ്ടവളല്ല നീ ഇവിടെ തന്നെ ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ടാണല്ലോ നീ ഇങ്ങോട്ടേക്ക് വന്നേ. നിന്റെ അമ്മയെ കാണാനും നിന്റെ അമ്മയോടൊപ്പം ചെലവഴിക്കാനും അല്ലേ. എന്നിട്ട് നിനക്ക് സാധിച്ചോ? നിനക്കറിയണ്ടേ നിന്റെ അച്ഛനാരെ എന്താന്നൊക്കെ അറിയണ്ടേ? വേണ്ട, എനിക്കിനി ആരെക്കുറിച്ചും അറിയണ്ട. എനിക്കൊന്നും അറിയണ്ട. ഒന്നും അറിയണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നേ? നീ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിലോ പിന്നെ ഇവിടെ എല്ലാം തകിടം മറിയും. പിന്നെ നിന്നെ അമ്മയ്ക്ക് ചിലപ്പോൾ ജീവൻ പോലും കാണത്തില്ല. അതുപോലെ ആയിരിക്കും കാര്യങ്ങളൊക്കെ. അല്ലെ എനിക്ക് ഭയങ്കര ടെൻഷനായി. ബാലേന്ദ്രൻ ഇതൊക്കെ പറയുമ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. കാരണം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. സാറ് രണ്ടും തീരുമാനിച്ചെന്ന് മനസ്സിലായി. ശരി നീ പൊയ്ക്കോ, താഴേക്ക് ഇറങ്ങി പൊയ്ക്കോ. പിന്നെ ഞാൻ വിളിക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് വന്നേക്കണം. ആര് തടഞ്ഞാലും. നിനക്ക് ശമ്പളം തരുന്ന നിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഞാനാണ്. ഈ കാര്യങ്ങൾ തൽക്കാലത്തേക്ക് ഞാൻ ആരോടും പറയില്ല. പക്ഷേങ്കിൽ നീ ഇവിടുന്ന് പോയിട്ടുണ്ടല്ലോ എന്താ സംഭവിക്കുന്ന അറിയാലോ. നിന്നെ ഞാനിവിടെ പിടിച്ചു നിർത്തത്തൊന്നുമില്ല, ബലമായിട്ട് നിർത്തത്തൊന്നുമില്ല. നിനക്കായിട്ട് എന്ത് വെള്ളം ചെയ്യാം. അങ്ങനെ അലീന വിറയ്ക്കുന്ന കാലുകളിലൂടെ താഴേക്ക് ഇറങ്ങി വരുവാണ്. അപ്പോഴേക്കും വൈജയന്തി ഇങ്ങനെ അക്ഷമയായിട്ട് നിൽക്കുവാണല്ലോ. വൈജയന്തിക്ക് കട്ട കളിപ്പാ. വൈജയന്തി എന്തെടുക്കും ആയിരുന്നീ മോളില്? ബാലേന്ദ്രൻ പറഞ്ഞാണ് നിന്നോട് പോവല്ലെന്നല്ലേ. നിന്നെ എന്തിനാടി വിളിപ്പിച്ചേ? അത് പിന്നെ എനിക്കും മനസ്സിലായി. നിന്നെ കാണാതെ ഒരു മിനിറ്റ് പോലും ബാലേന്ദ്രൻ ഇരിക്കാൻ പറ്റില്ല. അലീനയ്ക്ക് സങ്കടവും ദേഷ്യമായി. കാരണം സ്വന്തം പെറ്റമ്മ ഇങ്ങനത്തെ വർത്താനം പറയണേ, അതും മകളെക്കുറിച്ച്. അവർക്കറിയത്തില്ലെങ്കിൽ കൂടി ഇങ്ങനെയൊന്നും പറയാൻ പാടില്ലാത്തതാണ്. അവർക്കറിയാം അവരുടെ ഭർത്താവ് എങ്ങനെയുള്ള ആളാന്നുള്ള കാര്യം. എന്നിട്ടാണ് ഇങ്ങനെ കുറ്റപ്പെടുത്തി പറയണേ. പെണ്ണുരുമ്പിട്ടാലും ഞാൻ കേട്ടിട്ടുള്ളടി. എന്നിട്ട് നീ ഇപ്പം നിന്നെ കാണിച്ചല്ല. നിന്നെ ഇവിടെ നിറക്കി വിടാൻ പറ്റുമെന്ന് നോക്കട്ടെ. മര്യാദയ്ക്ക് പോയി ബാഗ് എടുത്തുകൊണ്ട് വേണി പോയിക്കോണം ഇവിടുന്ന്. ഞാൻ പറഞ്ഞല്ലോ മാഡം, എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടില്ല. അപ്പോഴേക്കും ബാൽക്കണിയിൽ ബാലേന്ദ്രൻ പറഞ്ഞു, എന്താ വൈജേ, അവളെ ഇറക്കി വിടാനാണോ നിനക്ക് ധൃതി? അവളെ ഇറക്കി വിടുന്നതിന് പകരം നീ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നതായിരിക്കും നല്ലത്. അങ്ങനെ അവളെ ഇവിടെ നിന്ന് ഇറക്കി വിടാന്ന് നീ സ്വപ്നത്തിൽ പോലും കരുതണ്ട. അങ്ങനെയാണ് ബാലേന്ദ്രൻ കേട്ടോ. അവളെ ഈ വീട്ടിൽ നിന്ന് തന്നെ ഇറക്കി വിടും. അല്ലെങ്കിൽ എൻ്റെ പേര് വൈജയന്തി എന്നല്ല. നീ അങ്ങനെയൊക്കെ പലതും മനസ്സിൽ കാണും വൈജയ്. പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമില്ല. അവളെ ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അറിയാലോ, പിന്നെ ഞാൻ ഇവിടെ ഉണ്ടാകത്തില്ല. പിന്നെ എന്ത് വേണം ഞാൻ തീരുമാനിക്കും. പിന്നെ ഇങ്ങനെ കുറേ ഭീഷണിയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്.
ഈ വൈജയുടെ അടുത്ത്. ഇവളെ കണ്ടിട്ടല്ലേ നിങ്ങൾ കിടന്ന് തുള്ളിച്ചാടുന്നേ. ഇവൾ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയാം. നിങ്ങളുടെ കാര്യം നോക്കാനായിട്ടെ തൽക്കാലം ഞാൻ മതി, അല്ലെങ്കിൽ വേറെ ഹോം നേഴ്സിനെ ഞാൻ നിർത്തും. നമുക്ക് കാണാം എന്ന് ബാലേന്ദ്രനെ വെല്ലുവിളിച്ചു. അങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് ബാലേന്ദ്രന് സമ്മതമല്ലായിരുന്നു. ഈ സമയത്ത് വൈജയന്തി പറഞ്ഞു, അതിന് ഇവളെ എവിടുന്ന് ഇറക്കി വിടാനായിട്ട് ഞാൻ മാത്രം മതി. ഓ അങ്ങനെയാണോ? നിനക്ക് പറ്റുന്ന നീ ഒരു കാര്യം ചെയ്യ. നിന്റെ കൊല്ലപ്പള്ളി നിന്റെ ആങ്ങളമാരൊക്കെ ഉണ്ടല്ലോ, എല്ലാത്തിനെയും വിളിക്ക്. എല്ലാവരും കൂടെ ഇങ്ങോട്ട് വരട്ടെ. ഇവിടെ തീരുമാനങ്ങൾ എടുക്കുന്ന നെടുമ്പുരയ്ക്കൽ ബാലേന്ദ്രനാ. ഇത് ബാലേന്ദ്രന്റെ വീടാ, അതല്ലാതെ കൈതക്കൽ മാളി വീടല്ല. പറഞ്ഞ കേട്ടല്ലോ. നിനക്കുണ്ടല്ലോ കുറെ ബാലാട്ടിപ്പട്ടികളായിട്ട് കുറച്ച് ആങ്ങളമാരെ, വിളിക്കടി അവരെ എല്ലാവരും കൂടെ. ആ സമയം വൈജയന്തി പറഞ്ഞു, വിളിക്കേണ്ട വന്നാൽ വിളിക്കും, ഇവളെ ഇറക്കി വിടേണ്ട വന്നാൽ ഇറക്കി വിടും, കാണാന്ന് പറഞ്ഞു. അങ്ങനെ വൈജയന്തി വെല്ലുവിളിച്ചിട്ട് ബാലേന്ദ്രൻ മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി. വൈജയന്തിയും വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറായിരുന്നില്ല. വൈജയന്തി പറഞ്ഞു, വാടി ഇങ്ങോട്ടേക്കെന്ന് പറഞ്ഞ് അലീനും വിളിച്ചോണ്ട് അങ്ങോട്ട് പോയി. മര്യാദയ്ക്ക് നിന്റെ ബാഗ് എടുത്തോണ്ട് പോയിക്കോണെന്ന് പറയണം. അലീന ഒന്നും മിണ്ടാതെ അവിടെ നിൽക്കുക. എന്ത് ചെയ്യണമെന്ന് പോലും അലീനയ്ക്ക് അറിയത്തില്ല. അപ്പോഴേക്കാണ് കോളിംഗ് ബെല്ലടിച്ചേ. ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഹരിശങ്കറും രാജീവിനും കൂടെ. കാരണം രാജീവിന് ഇങ്ങോട്ടേക്ക് വരുവാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഹരിശങ്കറും ആ കൂടെ കൂടി. കാരണം ഹരിശങ്കറിനും അലീനെ എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടേ മതിയാവുള്ളൂ. അതിന് വേണ്ടിയിട്ടായിരുന്നു. അവൾ തനിക്കിട്ട് പണി തന്നു, അപ്പം തിരിച്ച് പണി കൊടുക്കണം എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവൻ്റെ കൊച്ചച്ഛനോടൊപ്പം കൂടിയതാ. രാജീവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വൈജയന്തി പറഞ്ഞു, എന്തിനായിരിക്കും പോലും ഇപ്പം ഇങ്ങോട്ട് വന്നേ? രാജീവിനോട് ഞാൻ കാര്യം പറഞ്ഞല്ലേ. നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ വൈജയ്, ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്താൽ വന്നേ. എന്ത് തീരുമാനങ്ങൾ? ഇവിടെ എന്ത് നടപ്പാക്കുന്നാ പറയണേ? അവളിതുവരായിട്ടും പോയിട്ടില്ല, അവളിവിടെ തന്നെ ഉണ്ട്. അവളെ നമുക്ക് പറഞ്ഞു വിടാം. എങ്ങനെ പറഞ്ഞു വിടുന്ന പറയുന്നേ? അതൊക്കെ ഞാൻ സംസാരിക്കാം, നീ ഇങ്ങോട്ട് വന്നേന്നും പറഞ്ഞോട്ട് വൈജയ് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി ഹാളിലിരുത്തി. ഈ സമയത്ത് രോഹിത്തിൻ്റെ മുറിയിലേക്ക് ഹരിശങ്കർ അങ്ങോട്ട് കയറി ചെന്നു. ഹരിശങ്കറിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും രോഹിത് വന്നിട്ട്, നീയോ? ഇതെന്താടാ? ഞാനേ കൊച്ചച്ഛൻ്റെ കൂടെ വന്നാ. അങ്കിളിൻ്റെ കൂടെയോ? അതെന്താ? അവളുണ്ടല്ലോ അലീന, അവളിവിടെ നിന്ന് ഇറക്കി വിടാൻ പോവാ കൊച്ചച്ഛൻ. സത്യമാണോടാ? ആണോന്നോ? എടാ അവള് നമ്മൾക്കിട്ട് പണി തന്നല്ലേ, അപ്പം തിരിച്ച് അവക്കിട്ട് നമ്മളൊരു പണി കൊടുക്കണ്ടേ? അവളിവിടുന്ന് ഇറക്കി വിടണം. എടാ പണിയാകുമോ? അവളിവിടുന്ന് ഇറക്കി വിട്ടാൽ അവൾ ചിലപ്പോൾ ഇനി എല്ലാവരും പറയുമോ നമ്മൾ ചെയ്ത പ്രവൃത്തികളൊക്കെ? ആരോട് പറയാനായിട്ട്? അവൾക്ക് ആരോടും പറയാനൊന്നും പറ്റില്ല. അതൊന്നും ഓർത്ത് നീ പേടിക്കണ്ട. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മളെ എല്ലാവരുടെ മുന്നിൽ നാണം കെടുത്തിയതല്ലേ? രോഹിത്ത് പറഞ്ഞ്, ഞാനും ഒരു സമയം ദിവസം നോക്കി നിൽക്കുമായിരുന്നു അവളെ കൊടുക്കാനായിട്ട്. അങ്ങനെ ദിവസം വന്നെത്തിയത് എനിക്ക് തോന്നേ. ഇന്ന് കാര്യത്തിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കണം. ഹരിശങ്കർ പറഞ്ഞു, അതെ, അതിനു വേണ്ടും കൂടെ ഞാനും കൂടെ ഇങ്ങോട്ട് വന്നേ. നീ വാടാ, നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. അവളെ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കേണ്ട നമ്മുടെയും കൂടെ ഉത്തരവാദിത്വം എന്നും പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ഹാളിലേക്ക് വന്നു. അപ്പോഴേക്കും ബബിതയും കൃഷ്ണമോളും ഒക്കെ ഇങ്ങോട്ട് വന്നു. ആ സമയത്ത് രാജീവിനോട് വൈജ പറഞ്ഞു, അല്ല എന്താ രാജീവൻ നിന്റെ ഉദ്ദേശം? എന്ത് ചെയ്യാനാ? അവളെ പിടിച്ചു പുറത്താക്കണം. അത് നടക്കുന്ന കാര്യമാണോ? ബാലേന്ദ്രൻ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരു ബാലേന്ദ്രൻ വന്നിരിക്കുന്നു. അയാൾ ആരാന്ന അയാളുടെ വിചാരം? അയാളത് തൂക്കിക്കൊല്ലാൻ പോകുന്നുണ്ടോ? ഒന്നുമില്ല, ഒന്നും നടക്കത്തില്ല. എനിക്ക് അറിയത്തില്ല അതിനെക്കുറിച്ചൊക്കെ. ബാലേന്ദ്രൻ നല്ല ടെൻഷനില്ല. അത് മാത്രമല്ല, എന്തൊക്കെ ചെയ്യുമെന്ന് പറയാനും പറ്റില്ല. അവൾ പോയിട്ടുണ്ടെങ്കിൽ വീട് വിട്ടു പോകുന്നു വരെ പറയുന്നു. പിന്നെ അങ്ങോട്ട് പോയ പോലും അയാൾ വെറുതെ ഓലപ്പാമ്പിനെ കയറി കാണിച്ച് പേടിപ്പിക്കുന്ന വൈജയ്. നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ട. അയാൾ പറഞ്ഞോണ്ടെ പേടിച്ച് കടയിനകത്ത് കയറാം. ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ? ഒന്ന് പോകാൻ പറയാലോട്. ഞാൻ അയാളോട് പോയി സംസാരിക്കാം. വേണ്ട രാജീവേ, അതിൻ്റെ ആവശ്യമില്ല. ഒരു കാര്യം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അവളെന്തിയെ? അവളെ വിളിക്കാൻ പറയണം. അവൾ പോകുന്നില്ല എന്നും പറഞ്ഞവിടെ ഇരിക്കുന്നുണ്ട്. അവളെ നമുക്ക് പറഞ്ഞു വിടണ്ടേ എന്ന് ചോദിച്ചു. ഞാനും അതിന് വേണ്ടി കാത്തിരിക്കുമായിരുന്നു. പക്ഷേ അവളെ എങ്ങനെ പറഞ്ഞു വിടുമെന്ന് ഓർത്തിട്ടാ. അതിനൊക്കെ മാർഗമുണ്ട്. നീ ഇങ്ങോട്ട് വരാൻ പറയണം. അങ്ങനെ കൂട്ടിക്കൊണ്ട് അലീൻ്റെ അടുത്തേക്കുന്നു. അലീൻ്റെ അടുത്ത് നിന്നിട്ട് രാജു പറഞ്ഞു, മര്യാദയാണ് മര്യാദ. ഇപ്പം നിനക്ക് ഇവിടുന്ന് ഇറങ്ങി പോകുന്നതാ നല്ലത്. നിനക്ക് ഒരവസരം കൂടെ തരുമോ പോകാനായിട്ട്? അപ്പോഴേക്കും രാജുവിൻ്റെ മുന്നിൽ തൊഴുകൈകളോടെ നിന്നിട്ട് അലീന പറഞ്ഞു, എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടല്. ഞാനിവിടുന്ന് പോകത്തില്ല. എനിക്ക് പോകാൻ സാധിക്കില്ല. എന്താ, നിന്നെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുകയാണോ? ഇല്ല. പിന്നെ നീ എന്തുകൊണ്ട് പോകുന്നില്ല? ഞാൻ പറഞ്ഞല്ലോ, ചില കാര്യങ്ങൾ പറയാൻ പറ്റില്ല, എനിക്ക് പോകാൻ പറ്റില്ല. ബാലേന്ദ്രൻ എന്തെങ്കിലും പറഞ്ഞു കാണും നിന്നോടല്ലേ? അയാൾ എന്ത് പറഞ്ഞാലും സാരമില്ല, മര്യാദയ്ക്ക് നീ പോയാൽ മതിയാവുള്ളൂ. ഇല്ല, ഞാൻ പോവില്ല. എന്നെ കൊന്നാലും പോവില്ല. അത്രയ്ക്ക് നേരോ നിനക്ക്? അങ്ങനെയാണെങ്കിൽ നിന്നെ വിടാൻ പറ്റുമോ നോട്ടെ. പിടിക്കടി വൈജി അവളുടെ കയ്യിലെന്ന് പറയണം. അപ്പോഴേക്കും ഹരിശങ്കറോട് പിടിക്കാൻ പറയണം. ഹരിശങ്കറും വൈജയും കൂടെ പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ബബിത അങ്ങോട്ട് വന്നു. ബബിതയോട് പറഞ്ഞു, അവളുടെ വായ അങ്ങോട്ട് പൊത്തിപ്പിടിക്കുക, അല്ലെ അവൾ ഒച്ച ഉണ്ടാക്കി. പിന്നെ ബാലേന്ദ്രൻ കൂടെ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിലോ? അപ്പോഴേക്കും രോഹിതും കൂടെ വന്നു. രോഹിത്തിനോട് അവളുടെ ബാഗ് എടുക്കാൻ പറയണം. അങ്ങനെ രോഹിത്ത് ബാഗ് കൊടുത്തു. അങ്ങനെ കയ്യെ പിടിച്ച് വലിച്ചടിച്ച് പുറത്തേക്ക് കൊണ്ടുപോവാ. അപ്പം അല്ല, എനിക്ക് ഉറക്കം നിലവിളിക്കണമെന്നുണ്ട്. എങ്ങനെ നിലവിളിക്കാനാ? കാരണം ബാബ് ഒത്തി പിടിച്ചിരിക്കുമല്ലേ. അങ്ങനെ വെളിയിലേക്ക് തള്ളാനായിട്ട് കൊണ്ടുവരിക. ഈ സമയത്തല്ല അലീനെ കുതിർന്നുണ്ട്, വിടാൻ പറയുന്നുണ്ട്. പക്ഷെ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. അലീനെ പുറത്തേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ
തള്ളാൻ ഒരുങ്ങുവാണ്. അലീനയ്ക്കാണെങ്കിൽ സങ്കടം കരച്ചിൽ എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. വല്ലാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ ഒടുവിൽ അലീനെ പുറത്തേക്ക് കൊണ്ടു തള്ളി. രോഹിത് കൊണ്ടുവന്ന് ബാഗ് പറഞ്ഞു ഇട്ട് കൊടുത്തു. അവളുടെ ഒരു ബാഗെന്നും പറഞ്ഞിട്ട് അങ്ങനെ അലീനെ പതുക്കെ അവിടെ നിന്ന് എഴുന്നേക്കാൻ തുടങ്ങണം. അപ്പം ചുറ്റുമൊക്കെ ആൾക്കാരിങ്ങനെ കൂടി റോഡിൽ കൂടെ പോയി നാട് റോഡല്ലേ, റോഡിൽ കൂടെ ആൾക്കാരൊക്കെ പോകുന്നുണ്ടല്ലോ. അവരെല്ലാം കൂടി ഒരു പെങ്കൊച്ചിനെ പട്ടാപ്പോലെ പുറത്തേക്ക് കൊണ്ട് എറിയുന്നു. അപ്പം ആൾക്കാരൊക്കെ ഒന്ന് ഓരോന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി, ഇതെന്താ സംഭവം, ഇതെന്താ ഇങ്ങനെയൊക്കെ. അപ്പോഴേക്കും വൈജ പറഞ്ഞു, ഇതെൻ്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ഇവൾക്ക് ഇപ്പം എൻ്റെ വീട് വിട്ടു പോകാൻ താല്പര്യമില്ലെന്ന് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെയാണോ ചെയ്യുന്നേ? ഒരു പെങ്കൊച്ചല്ലേ ഇത്? പെങ്കൊച്ച ഇവള് പിശാശ, മനുഷ്യരുടെ രക്തം ഊറ്റി കുടിക്കുന്ന പിശാശ. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ഒരു സ്ത്രീ പറഞ്ഞു, എന്നും പറഞ്ഞുകൊണ്ട് പെങ്കൊച്ചിനെ കണ്ട് അങ്ങനെയൊന്നും തോന്നുന്നില്ല, നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞ പോലെ തോന്നുന്നുണ്ടല്ലോ. സത്യം പറവച്ചേ, എന്താ സംഭവിച്ചേ? അലീനയൊന്നും മിണ്ടുന്നില്ല. അലീന നിന്ന് കരച്ചിലോട് കരച്ചില്ല. കണ്ടില്ലേ അവളുടെ കള്ളക്കരച്ചില്? ഇതൊന്നും കണ്ട് നിങ്ങൾ ഇവിടെ ഇത് പ്രശ്നമാക്കണ്ട, ഇത് ഞങ്ങളുടെ കുടുംബക്കാരിയാ, ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങൾ പോകാൻ നോക്ക്. ഇനി ഇവള് പോയില്ലെങ്കിൽ ഞങ്ങൾ പോലീസിനെ വിളിച്ച് ഇവിടെ പറഞ്ഞു വിടാൻ തുടങ്ങുക. നിങ്ങളിവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളും കുറ്റക്കാരാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുവാണ്. ആൾക്കാരൊക്കെ നോക്കി അവർക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അലീനയാണെങ്കിൽ വല്ലാത്ത വിഷമത്തിൽ അങ്ങോട്ട് എഴുന്നേറ്റ് ചെയ്യുമ്പോഴത്തേനും ഹരിശങ്കർ എന്നിട്ട് പറഞ്ഞു, നിന്നോടും മര്യാദയ്ക്ക് പോകാൻ പറഞ്ഞാൽ നിനക്ക് കേൾക്കത്തില്ലല്ലേടി എന്ന് പറയണ. പറഞ്ഞു തീർന്നല്ല. അവൻ്റെ കാരണം നോക്കി അലീനെ ഒറ്റയെണ്ണം അങ്ങോട്ട് പൊട്ടിച്ചു. എൻ്റെ കയ്യെ പിടിക്കാൻ നീ ആരടാ? നിന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, വൈജയുടെ കാരണത്തിനിട്ട് അടിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് മാത്രമാണ്. വൈജയന്തി വന്നിട്ട് ചോദിച്ചു, നീ എന്താടി കാണിച്ചേ? അവനെ തല്ലിയോ? പണ്ടേ ഞാൻ ഓങ്ങി വെച്ചിരിക്കുന്ന എന്ന് പറഞ്ഞു. അപ്പോഴേക്കും രാജുവിനൊക്കെ വന്നിട്ട് പറഞ്ഞു, മര്യാദയ്ക്ക് പോയിക്കോണം, ഒരു നിമിഷം പോലും നിന്നോട് കണ്ടുപോയേക്കല്ല. ആ സമയത്ത് വൈജയന്തി പറഞ്ഞു, നിന്നെ കാണിച്ചു തരാം, കുറച്ച് നാളുകളായി നിന്നെ ഇവിടെ, നിന്നോട് എത്ര വട്ടം പോകാൻ പറഞ്ഞു. അപ്പോഴേക്കും അലീന പറഞ്ഞു, ഞാൻ പോയിക്കോളാം, ഞാൻ ഇനി ഒരു ശല്യത്തിനും വരുന്നില്ല. പക്ഷേ ഒരു കാര്യമുണ്ട് മാഡം, എന്തെങ്കിലും എന്നെ കാണണം തോന്നുവാണെങ്കിൽ മാഡം എന്നെ കാണാൻ വരണം, വരാതിരിക്കരുത്. മാഡത്തിനെ കാണാതിരിക്കുമ്പോൾ എനിക്കെല്ലായിരിക്കും വിഷമം. ഇനിയിപ്പം മാഡമായിരിക്കും വിഷമിക്കാനായിട്ട് പോകുന്നത്. വിഷമോ? നിന്ന് ചിലയ്ക്കാതൊന്ന് പോടി അവിടുന്ന്. പക്ഷേങ്കിൽ അലീനെ ദയനീയമായിട്ട് നോക്കി, ഞാൻ പോയിക്കോളാം, പക്ഷെ എന്നെങ്കിലും ഒരിക്കൽ മാഡം എന്നെക്കുറിച്ച് ചിന്തിക്കും. പിന്നെ അവളുടെ ഒരു ചിന്തയും കാര്യങ്ങളും വന്നിരിക്കുന്നു. കണ്ടുപോയേക്കല്ലോ നിന്നെ ഇവിടെ, നീ ആരാന്നാ നിന്റെ വിചാരം എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ക്രൂരമായിട്ട് പറയണം. അപ്പോഴേക്കും രാജീവ് പറഞ്ഞു, നിന്നോട് എത്ര വട്ടം പറഞ്ഞു ഇവിടുന്ന് ഇറങ്ങിപ്പോകാനായിട്ട്, നീ കേട്ടോ? നീ ഇറങ്ങിപ്പോവാൻ നീ ഇപ്പം നിന്നെ റോഡിൽ കൊണ്ടിട്ട് തള്ളേണ്ട വരത്തില്ലായിരുന്നൊക്കെ പറഞ്ഞു. കൃഷ്ണമോള് മാറി നിൽക്കുവാണ്. കൃഷ്ണമോൾക്ക് നല്ല സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് കോളിംഗ് ബെല്ലടിച്ചത്. കാരണം അകത്ത് അലീനയെ വിളിക്കുവാണ്. അപ്പോൾ ഈ ശബ്ദം പുറത്തു വരാതിരിക്കാൻ വേണ്ടി അലീനയെ വിളിച്ചുകൊണ്ട് വന്നുകൊണ്ട് ബാലേന്ദ്രൻ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കൃഷ്ണമോൾ അങ്ങോട്ട് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും ചോദിച്ചു, ആരെ താഴെ സംസാരിക്കുന്നതായിട്ട്? രാജീവൊക്കെ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കണം. ഉണ്ടായിരുന്നു പറയണം. എന്നിട്ടോ അവരെന്തിയെ? അവരപ്പുറത്തുണ്ട്. അലീന എന്തിയെന്ന് ചോദിക്കണം. അലീന അവസാനം അലീനയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ബാലേന്ദ്രനോട് പറയുക. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രന് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ. കൃഷ്ണമോളെ അങ്ങോട്ട് പറഞ്ഞിട്ട് പോയിക്കോളാൻ പറയാണ്. ബാലേന്ദ്രൻ തൻ്റെ പെട്ടിയും കിടക്കയൊക്കെ എടുത്ത് ഇറങ്ങാനായിട്ട് തുടങ്ങുകയാണ്. കാരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കാര്യം, താൻ ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കില്ല അലീന ഇറങ്ങിയിട്ടുണ്ടെങ്കിലെന്നുള്ള. അങ്ങനെ ബാലേന്ദ്രൻ പോകുമ്പോൾ ഇടിവെട്ടേറ്റ പോലെയൊക്കെയാണ് വൈജ നിൽക്കുന്നത്. അതൊക്കെ ഇന്നലത്തെ നെക്സ്റ്റ് വീക്ക് പ്രൊമോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒടുവിൽ ബാലേന്ദ്രൻ ഇറങ്ങി കുറച്ച് ദൂരം ചെന്നപ്പോഴത്തേനും അലീനയെ കാണുകയാണ്. അങ്ങനെ അലീനയും കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. എന്താണെങ്കിലും വൈജയന്തിക്ക് നല്ല ഇടിവെട്ട് പണി തന്നെ കിട്ടുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഇനിയിപ്പം ഇന്ന് നാളെ നാളത്തേക്ക് ആയിട്ട് സംഭവവിഹുലമായ നിമിഷങ്ങളിലൂടെയൊക്കെ ആയിരിക്കും കടന്നു പോകാനായിട്ട് വരുന്നത്. അവസാനം വൈജയന്തിക്ക് മുട്ടുകൂട്ടേണ്ടതായിട്ട് വരും ബാലേന്ദ്രൻ്റെ മുന്നിൽ. ബാലേന്ദ്രൻ തിരികെ വിളിക്കുന്നതോടൊപ്പം വൈജയന്തിക്ക് അലീനയും കൂടെ തിരികെ വിളിക്കേണ്ടി വരും. കാരണം അലീനയും വൈജയന്തിയും അലീനയും ബാലേന്ദ്രനും കൂടെ ഏത് ഫ്ലാറ്റിൽ പോയി അവിടെ ഒരുമിച്ച് താമസിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്ന വൈജയന്തിയല്ലേ. വൈജയന്തിക്ക് നാണക്കേടും കൂടെ അല്ലേ ഒടുവിൽ തിരിച്ചു വിളിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോട് നിർത്തുന്നു. നന്ദി.